ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്. ഇത് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ നിഫ്റ്റി 2 മന്ത് ലോയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 3 ദിവസം കൊണ്ട് 13 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ടായി പോയി. 25,250 നിന്ന് 24,650 വരെയുള്ള ഒരു ഫോളാണ് നമ്മൾ 3 ദിവസം കൊണ്ട് കണ്ടിട്ടുള്ളത്. ഇനി ഇന്നത്തെ ഫോളിലേക്ക് വരാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തിനേക്കാളും കുറച്ചും കൂടി ഒരു സീവിയർ ഫോളായിരുന്നു ഇന്ന്. കാരണം ഇന്നാണ് നിഫ്റ്റി 2 മന്ത് ലോ ടച്ച് ചെയ്ത ദിവസം. കൊട്ടാക് ബാങ്ക് അവരുടെ റിസൾട്ട് മോശമായതുകൊണ്ട് നല്ലൊരു സെൽ ഓഫ് കണ്ടു. കൂടാതെ തന്നെ ഐ ടി സ്റ്റോക്കുകൾ യു എസിൽ നിന്ന് തന്നെ ആ വാർത്ത നമ്മൾ കേട്ടിരുന്നു. മുൻനിര ഐ ടി കമ്പനീസ് എല്ലാം തന്നെ അവരുടെ ആളുകളുടെ എണ്ണം കുറയ്ക്കുകയാണെന്നുള്ള ന്യൂസ്. അപ്പോൾ അതിന് ചുക്കാൻ പിടിച്ച് ഇന്ത്യൻ ഐ ടി കമ്പനിയായിട്ടുള്ള TCSഉം HCL ടെക്കും അവരുടെ ആളുകളുടെ എണ്ണം കുറയ്ക്കുകയാണെന്നുള്ള ന്യൂസ് കാരണം ഇന്ന് സെൻസെക്സ് 572 പോയിൻറ്റും നിഫ്റ്റി 156 പോയിൻറ്റിൻ്റെ ഇടിവ്. കൊട്ടാക് ബാങ്ക് ഉൾപ്പെടെയുള്ള ഫിനാൻഷ്യൽ കമ്പനീസും ഇന്ന് വീക്കായിരുന്നു. നിഫ്റ്റിയുടെ ടോപ്പ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ കൊട്ടാക് ബാങ്ക്, ബജാജ് ഫിനാൻസ്, വിപ്രോ IT കമ്പനി, ഇൻഡസ്ഇൻഡ് ബാങ്ക്, എയർടെൽ 2.5% ഒരു ഇടിവ് രേഖപ്പെടുത്തി. കാരണം സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ അവരുടെ താരിഫ് 3000 രൂപയുടെ ആണ്. ഇനീഷ്യലി അവർ പറഞ്ഞിരുന്നത് 6000-ന് മുകളിലായിരുന്നു. ഇപ്പോൾ അത് 3000 രൂപയാണ് അവരുടെ താരിഫ്. അത് മേ ബി ഈ ടെലികോം കമ്പനീസിന് അത് ദോഷകരമായി ബാധിച്ചേക്കാമെന്നുള്ള അഭ്യൂഹം കൊണ്ടാണെന്ന് ഈ എയർടെൽ ഇടിവ് രേഖപ്പെടുത്തിയത്. ശ്രീറാം ഫിനാൻസും, സിപ്ലയും, ഹീറോ മോട്ടോകോർപ്പും, HULഉം, SBI ലൈഫ് ഇൻഷുറൻസും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി 50-ലെ സ്റ്റോക്കുകളാണ്. കൂടാതെ SBI കാർഡ് 6% അടുത്ത് ഇന്ന് ഫോളോ രേഖപ്പെടുത്തി. കൂടാതെ ഈ ഒരു ഫോളിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മൾട്ടിപ്പിൾ റീസൺ, ഒന്ന് നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള റിസൾട്ടായിരുന്നു നമുക്ക് വന്നത് Q1 റിസൾട്ട്. 2 അൺസർട്ടനിറ്റി ആയിട്ടുള്ള താരിഫ് തീരുമാനങ്ങളാണ് ഉള്ളത്. കാരണം ജപ്പാനുമായിട്ടും ഇപ്പോൾ യൂറോപ്പുമായിട്ടും US ഏകദേശം അവർ ധാരണയിൽ വന്നിട്ടുള്ളത് 20% ആണ്. ആ ഒരു 20% പോലും ഇന്ത്യയെ സംബന്ധിച്ചത് അക്സെപ്റ്റഡ് ആവാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. കൂടാതെ IT കമ്പനീസിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷർ, ഹെഡ് കൗണ്ട് കുറയ്ക്കുക എന്നുള്ള ന്യൂസും ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഇടിവിന് കാരണമാക്കിയിട്ടുണ്ട്. അങ്ങനെ യൂറോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു താരിഫ് അവർ കംഫർട്ടബിൾ ആയിട്ടുള്ള താരിഫ് അല്ല എങ്കിൽ കൂടിയും സീവിയർ ഇടിവിന് ഒരു ശമനം വന്നിട്ടുണ്ട്. അതിനർത്ഥം വലിയ റാലി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. റാലി ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു താരിഫ് കാരണം റാലി ഉണ്ടാക്കിയ ആകെ ഒരു രാജ്യം ജപ്പാനാണ്. ജപ്പാൻ മാർക്കറ്റ് ആ ഒരു തീരുമാനത്തിന് ശേഷം ഏകദേശം ഒരു 7% അടുത്ത് റാലി രേഖപ്പെടുത്തി. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റിലും നമ്മൾ ആ ജപ്പാൻ മാർക്കറ്റിൽ കണ്ട ഉണർവൊന്നുമില്ല. FTSE കാണാം 7% ഫ്ലാറ്റാണ്. ഫ്രാൻസ് 43 പോയിൻറ്റ്, ജർമ്മൻ 47 പോയിൻ്റ് എന്ന നിലയിലാണ് ഉള്ളത്. ഇന്ത്യ വിക്സ് ഇന്ന് 7% സ്പൈക്ക് ചെയ്ത് 12ലേക്ക് എത്തി. ഡോ ഫ്യൂച്ചർ 35 പോയിൻറ്റ് ഫ്ലാറ്റ്. ജപ്പാൻ മാർക്കറ്റ് ഇന്ന് ഇടിഞ്ഞു. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ എല്ലാം തന്നെ പരിക്കുകളൊന്നും തന്നെ ഇല്ല. ഗോൾഡ് ഫ്ലാറ്റായി. ബിറ്റ്കോയിൻ ഏറ്റവും ടോപ്പിൽ 1,18,000 എന്ന റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ വലിയൊരു സെല്ലിംഗ് പ്രഷറോ അല്ലെങ്കിൽ ഒരു റാലിക്ക് സമാനമായിട്ടുള്ളൊരു അവസ്ഥയൊന്നും തന്നെ ഇല്ല. US നിന്ന് GDP ഡേറ്റ ഉൾപ്പെടെയുള്ള ഒരുപാട് ഗ്ലോബൽ ഈവൻറ്റുകൾ നമുക്ക് വരാനുണ്ട് ഈ ഒരാഴ്ച. അതെല്ലാം തന്നെ നമ്മൾ ട്രേഡബിലിറ്റി ടാബിൽ ഉണ്ട്. ഗ്ലോബൽ ഈവൻറ്റ് ചെക്ക് ചെയ്യുക. ഒരു ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കേണ്ട പല കാര്യങ്ങളിൽ ഒരു കാര്യമാണ് എന്തൊക്കെ ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. എൻ്റെ നാളത്തെ പൊസിഷന് ഈ ഓവർനൈറ്റ് വരുന്ന ഈ ഒരു ഈവൻറ്റ് എന്തെങ്കിലും രീതിയിൽ ദോഷകരമായിട്ട് ബാധിക്കുമോ? അങ്ങനെ ബാധിക്കുമെങ്കിൽ നമ്മൾ ആ പൊസിഷൻ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതം. പക്ഷേ ഈ പറയുന്ന US നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ ഉൾപ്പെടെ GDP ഡേറ്റ ഉൾപ്പെടെയുള്ള ഡേറ്റ വരുന്നതിന് മുമ്പ് നമ്മളിത് അറിയാതെ ഹ്യൂജ് ആയിട്ടുള്ള പൊസിഷൻ നമ്മൾ എടുത്തു വെക്കുകയും നമുക്ക് എഗെയിൻസ്റ്റ് മാർക്കറ്റ് പോവുകയും നെക്സ്റ്റ് ഡേ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വലിയ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ വന്ന് നമ്മുടെ ക്യാപിറ്റൽ അടിച്ചു പോകുന്ന അവസ്ഥയാണ് ഇപ്പോഴും ആളുകൾ തുടരുന്നത്. അപ്പോൾ ഇപ്പോഴും ഗ്ലോബലി നടക്കുന്ന ഈവൻറ്റിന് ഇന്ത്യൻ മാർക്കറ്റിനും അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം വലുതാണ് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ആ ഒരു ബൾബ് കത്തിയിട്ടിട്ടില്ല. കാരണം പല ആളുകളായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന മിസ്റ്റേക്ക് ഇപ്പോഴും ഇതേ മിസ്റ്റേക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും അത് പറയാൻ ശ്രമിക്കുന്നത്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. പൈസൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. അതിനു മുമ്പ് ഈ വരുന്ന ഞായറാഴ്ച കൊച്ചിയിൽ വെച്ച് നമ്മൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പോൾ
വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് വന്ന് പഠിക്കാനുള്ള അവസരമുണ്ട്. ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാം. ഫസ്റ്റ് കമ്പനിയുടെ നമ്പർ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വരാൻ പറ്റാത്ത ആളുകൾക്കും ഓൺലൈനും പഠിക്കാം. സ്റ്റോക്കുകൾ വാർത്തയിലേക്ക് പോകാം. അദാനി ഗ്രീൻ നെറ്റ് പ്രോഫിറ്റ് 60% ഉയർന്ന് 713 കോടി രൂപ കരസ്ഥമാക്കി. നിപ്പോൺ ലൈഫ് നെറ്റ് പ്രോഫിറ്റ് 20% ഉയർന്ന് 607 കോടി രൂപ കരസ്ഥമാക്കി. അജന്ത ഫാർമ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 4% ഉയർന്ന് 255 കോടി രൂപ കരസ്ഥമാക്കി. ടോറൻ ഫാർമ നെറ്റ് പ്രോഫിറ്റ് 20% ഉയർന്ന് 548 കോടി രൂപ കരസ്ഥമാക്കി. തങ്കമയിൽ ജ്വല്ലേഴ്സ് 56 കോടി രൂപയിൽ നിന്ന് 45 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. BEL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 23% ഉയർന്ന് 970 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 5% ഉയർന്നു. മജേസൻ സുമി 143 നിന്ന് 143 പ്രോഫിറ്റ് കുറഞ്ഞു. അപ്പോളോ മൈക്രോ കമ്പനി 8 കോടി രൂപയിൽ നിന്ന് 19 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. മാംഗ്ലൂർ കെമിക്കൽ കമ്പനീസ് 43 നിന്ന് 63 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. മോൾടെക് പാക്കിംഗ് 12 കോടി രൂപയിൽ നിന്ന് 22 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ശങ്കര ബിൽഡിംഗ് പ്രൊഡക്ട്സ് കമ്പനി 21 കോടി രൂപയിൽ നിന്ന് 16 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. വിജയ് ഡയഗ്നോസ്റ്റിക് കമ്പനി 31 നിന്ന് 38ലേക്കും TTK പ്രസ്റ്റീജ് കമ്പനി 41 കോടി രൂപയിൽ നിന്ന് 26 കോടി രൂപയ്ക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. കാർ ട്രേഡ് കമ്പനി 22 നിന്ന് 42 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഡബിളായി. TCI കമ്പനി 91 നിന്ന് 107 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് TCI. വിധി സ്പെഷ്യാലിറ്റി കമ്പനി 8 കോടി രൂപയിൽ നിന്ന് 12 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. അപ്പോൾ ഗ്ലോബലി ഇന്ത്യയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മളുടെ നിഫ്റ്റി 25,000 ഇനി മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കും. 25,000 മറികടന്ന് നമുക്ക് പോയി 26,000 26,300 ഒക്കെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മളുടെ ഈ ഒരു താരിഫും അതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം ഇന്ന് നമ്മളുടെ ഈ ടെലകോം സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു എലൻ മസ്കിൻ്റെ സ്റ്റാർലിങ്ങിൻ്റെ കടന്നു വരുമെന്നും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. പക്ഷേ എയർടെല്ലിൽ നമ്മൾ കണ്ടത് അല്ല. എയർടെൽ ഇടിഞ്ഞിരുന്നു 2.5. ഈ നിഫ്റ്റിയിൽ തന്നെ വലിയ തോതിൽ വെയിറ്റേജുള്ള കമ്പനിയാണ് എയർടെൽ. കാരണം സ്റ്റാർലിങ്ക് ആദ്യ സമയത്ത് അവരുടെ പാക്കേജ് 5,000 എബോവ് ആണെങ്കിൽ ഇപ്പോൾ 3,000 ആക്കിയിട്ടുണ്ട്. എയർടെല്ലിൻ്റെ ചില പാക്കേജ് ഇപ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ വീടുകളിൽ എല്ലാ OTT മറ്റതെല്ലാം ഉള്ള പ്ലാറ്റ്ഫോമിനും ഹയർ സ്പീഡുള്ള നെറ്റിനും ഓൾമോസ്റ്റ് ഒരു 1,500 ഒക്കെ ആകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എയർടെല്ലിന് ഇപ്പോൾ ഒരു നേരിട്ട് മത്സരം ആകുന്നില്ലെങ്കിൽ കൂടിയും ആളുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ്. ഇനിയിപ്പോൾ സ്റ്റാർലിങ്ക് എന്തൊക്കെ കൊടുക്കും, ഏതൊക്കെ സർവീസാണ് ഇതിന് പുറമെ കൊടുക്കുമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വന്നിട്ട് അത് വിപുലപ്പെടുത്തിയിട്ട് വേണം ടെസ്ലയ്ക്ക് കാറ് കൊണ്ടുവരാൻ. കാരണം ടെസ്ലയുടെ കാറിൽ സ്റ്റാർലിങ്കിൻ്റെ സേവനം അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ടെസ്ലയുടെ കാറ് ഇവിടെ വരുന്നതിന് മുമ്പ് അവർക്ക് സ്റ്റാർലിങ്ക് ഇവിടെ ഫുള്ളി ഫ്ലഡ്ജിൽ ഓപ്പൺ ആക്കിയേ തീരൂ. സ്റ്റാർലിങ്ക് കാട്ടിലും മലയിലും കായലിലും നദിയിലും എന്നുള്ള കൺസെപ്റ്റ് ആകില്ല മേ ബി ഇന്ത്യയിൽ സ്റ്റാർലിങ്ക്. കാരണം ഇന്ത്യയിൽ ടെസ്ല കാറുകൾ സിറ്റിയിലൂടെയാണ് ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റിയിൽ സ്റ്റാർലിങ്ക് ശക്തമായ രീതിയിൽ വേണം. അപ്പോൾ എനിവേ കാത്തിരുന്ന് കാണാം. താങ്ക് യു.